സോഷ്യൽ മീഡിയയിൽ ആർക്കും ആർക്കെതിരെയും എന്ത് കമന്റും ആകാമോ? പറ്റില്ല, പണി കിട്ടും, സൂക്ഷിച്ചോ. അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ച് ഹണി റോസ്. അൻഷാദെ, ഈ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യൻ എന്നൊക്കെ ഇന്നലെയും ഇപ്പോൾ ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും താൻ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ ഹണി രണ്ടാമതും ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹണി റോസിന് താരസംഘടനയായ അമ്മ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇതിപ്പോൾ ആരാണ് വില്ലൻ കഥാപാത്രം എന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മാന്യൻ എന്നല്ല, അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായപ്പോൾ ഇയാളുടെ വീഡിയോസും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ഇതുപോലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഈ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യൻ്റെ വീഡിയോയും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ ഇത്തരം ചർച്ചയിൽ പറയാനാവുന്ന അല്ലെങ്കിൽ ഉദാഹരണമായി മുന്നോട്ട് വെക്കാവുന്ന കമൻറ്റുകളൊന്നുമില്ല. കാരണം അത് പറഞ്ഞാൽ നമ്മളകത്താവും. മനസ്സിലായില്ലേ? ഇയാൾ ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പോലും അകത്താവുന്ന രീതിയിലുള്ള അത്രയും മോശം ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ഈ മാന്യൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്നാലും പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്നാൽ പോലും ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ചേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു പഴംപൊരി എടുത്തിട്ട്, ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പഴംപൊരി എടുത്തിട്ട് ഈ മനുഷ്യൻ പറയുന്നത് ഇത് ചേട്ടൻ്റെ പഴംപൊരിയാണോ എന്നാണ്. അപ്പോൾ ഇതിൽ എന്താണ് അശ്ലീലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ എന്നുള്ളതിൽ അശ്ലീലമില്ല, ശരിയാണ്. പഴംപൊരി എന്നുള്ളതിൽ അശ്ലീലമില്ല. പക്ഷേ അത് പറയുന്ന മനുഷ്യൻ്റെ, അത് അവതരിപ്പിക്കുന്ന ശൈലിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒക്കെയുള്ള അശ്ലീലമുണ്ടല്ലോ, അത് ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. കൊടുക്കുന്ന ചില പോസുകൾ, അതാണ് ഈ പഴം പൊരി എന്നൊക്കെ പറയുന്നതിൽ ഒരു പോസ് ഉണ്ട്. ആ പോസിലൂടെ തന്നെ അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിപ്പോ ഹണി റോസിനോട് ഇപ്പൊ നേരത്തെ അൻഷാദ് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വേദിയിൽ വെച്ച് ഇത് പറയാതിരുന്നത് എന്ന് പലരും തന്നോട് ചോദിച്ചതായിട്ട് ഹണി പറയുന്നുണ്ട്. അപ്പോൾ ഹണി അതിന് പറയുന്നൊരു ന്യായീകരണം, ആ വേദിയിൽ വെച്ച്, ഇപ്പോൾ ആ വേദിയിൽ വെച്ചിട്ടിപ്പോൾ ഇങ്ങനെ മാല അണിയിക്കുന്നു ഹണി റോസിനെ, എന്നിട്ട് വട്ടം കറക്കുന്നു. അപ്പോൾ വട്ടം കറക്കിയിട്ടാണ് അയാൾ അങ്ങനെ ഒരു കമൻറ്റ് പറയുന്നത്. ആ കമൻറ്റ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതിഷേധിച്ചില്ല എന്നുള്ളതിന് ഹണി റോസ് പറയുന്ന ന്യായീകരണം, അവിടെ വെച്ചിപ്പോൾ ഞാൻ പറഞ്ഞാലും ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൗണ്ടർ അടിക്കും. നിയമപരമായിട്ട് അയാൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുമുണ്ട്. ബോച്ചെ ആർമി കുപ്രസിദ്ധമാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് താൻ അവിടെ അത് പറയാതിരുന്നത് എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഇത് ഇപ്പോൾ സാഹിത്യത്തിലും ഇത്തരം അശ്ലീലമില്ലേ, സിനിമയിലും ഇത്തരം അശ്ലീലമില്ലേ എന്നൊക്കെ ആയിരിക്കും കേസ് കോടതിയിലെത്തുമ്പോൾ കൗണ്ടറായിട്ട് വരിക. ഇപ്പോൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നു. ഇപ്പോൾ എസ് ഹരീഷിൻ്റെ മീശ എന്ന് പറയുന്ന നോവൽ, ആ മീശ എന്ന് പറയുന്ന നോവലിലെ ചില പരാമർശങ്ങൾക്കെതിരെ ഇവിടെ ഹിന്ദു ഭക്തർ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ തെരുവിലിറങ്ങി ശബരിമല പ്രക്ഷോഭകാലത്തിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നോവലിൽ വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗമുണ്ട്. ഗംഭീരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ളൊരു തെറിയാണ്. പക്ഷെ ആ തെറി ഒരു കഥാപാത്രത്തെ കൊണ്ട് എസ് ഹരീഷ് പറയിപ്പിക്കുകയാണ്. ആ കഥാപാത്രം ഒരു നാട്ടിൻപുറത്തുകാരനാണ്, തെറി പറയുന്ന ഒരാളാണ്. അയാൾ പറയുന്ന രീതിയിലുള്ള ആ തെറിയാണ്. അപ്പോൾ ആ നോവലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ നോവലുമായിട്ട്, ആ പ്രമേയവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പദപ്രയോഗമായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. ബോധപൂർവം നോവലിസ്റ്റ് അവിടെ ആ തെറി പ്ലേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും അടുത്തിറങ്ങിയ ചുരുളിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നതാണ് ആ സിനിമയെക്കുറിച്ച്. ഇപ്പോൾ ഏറ്റവും അടുത്തിറങ്ങിയ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആഷിഖ് കപൂറിൻ്റെ സിനിമ, ആ സിനിമയിൽ ധാരാളം ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്. പക്ഷെ അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അത് ആ സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഞാൻ കണ്ടില്ല വലിയ ചർച്ചകളൊന്നും കേരളത്തിൻ്റെ ഒരു ചലച്ചിത്ര മേഖലയിലോ സാമൂഹിക അന്തരീക്ഷത്തിലോ ഉയർന്നതായിട്ട് ഞാൻ കണ്ടില്ല, കേട്ടില്ല. അതിൽ അങ്ങനെ ഒരു അപകടമില്ല. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഇത് ചേട്ടൻ്റെ പഴംപൊരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതിനകത്തൊളിഞ്ഞിരിക്കുന്ന ദ്വയാർത്ഥം, അശ്ലീലം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റൂ. അതിനെതിരെ ഇപ്പോൾ ഹണി റോസ് സ്വീകരിച്ചിട്ടുള്ള ഈ നിയമപരമായ വഴിയുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ
ആ ഹണി റോസുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം അൻഷാദ് നടത്തിയത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിന് താഴെ ഞാൻ മനസ്സിലാക്കുന്ന സഭ്യമായിട്ടുള്ള കമൻറ്റുകളെ ഇതിനകം വന്നിട്ടുള്ളൂ എന്നാണ്. കാരണം കമൻ്റ് ഇടാൻ പേടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ നേരത്തെയാണെങ്കിൽ ഹണി റോസ് ഇങ്ങനെ ഒരു ലീഗൽ മൂവ് നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആർക്കും കമൻറ്റ് ഇടാം. ഇപ്പോൾ ഫേക്ക് ഐ ഡി വെച്ചുകൊണ്ട് ആർക്കെതിരെയും എന്ത് കമൻറ്റും ആകാമെന്നുള്ളൊരു അവസ്ഥയാണല്ലോ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എനിക്കും ക്ഷോഭം വരുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ ഈ നടത്തുന്ന ചർച്ചകൾക്ക് താഴെ പോലും വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള വളരെ തരം താണ പദപ്രയോഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള വളരെ മോശം പദപ്രയോഗങ്ങളുമായിട്ടുള്ള കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ അതിനെതിരെ ഒന്നും കോടതിയെ സമീപിക്കാൻ പോകാറില്ല. കാരണം ഇതൊക്കെ നിത്യേന സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു സ്ത്രീയെക്കുറിച്ച് അവർ ഒരു സെലിബ്രിറ്റിയാണ്, എന്നിട്ട് പോലും അവർക്ക് ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ച് ഒറ്റപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ അപമാനിക്കാനുള്ള ശ്രമത്തിന് കയ്യടി കേരളത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ, കരഘോഷം ഉയരുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ വലിയ ഈ പറഞ്ഞ അശ്ലീലത്തിൻ്റെ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ ലോകമെങ്ങുമുള്ള മലയാളികളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആ വ്യക്തി മാറുകയാണ്. അതിനെതിരെ ഇപ്പോൾ നടത്തിയ ഈ മൂവ് ഇത് അക്ഷരാർത്ഥത്തിൽ കേരളം മുഴുവൻ പിന്തുണയ്ക്കേണ്ട ഒന്നാണ് എന്നേ ഞാൻ പറയൂ. കാരണം ഈ വിഷയത്തിൽ നമ്മൾ ഹണി റോസിനൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട്. കമന്റ് ഇടുമ്പോൾ അത് ഏതവനാണെങ്കിലും ഏതവളാണെങ്കിലും കമന്റ് ഇടുമ്പോൾ മാത്രമല്ല കമന്റ് പറയുമ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുമ്പോഴും മറ്റേതാകുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും, നേരിട്ടാണല്ലോ. പക്ഷേ ഇത് ആർക്കും എന്തു ആവാന്നുള്ളൊരു അവസ്ഥയാണ്. ഞരമ്പന്മാരുടെ ഒരു അണ്ടർവേൾഡായിട്ട് ഈ സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. അപ്പോൾ കമന്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇനി എന്തെങ്കിലും നീക്കം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ താൻ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എന്നാണ് ഹണി റോസ് പറഞ്ഞിട്ടുള്ളത്. ഹണി റോസിന് കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണയും നമ്മൾ ഈ ചർച്ചയിലൂടെയും ഹണി റോസിന് വാഗ്ദാനം ചെയ്യുകയാണ്. അൻഷാദിന് എന്താണ് പറയാനുള്ളത്? നേരത്തെ ഹണി റോസുമായിട്ട് സംസാരിച്ചതാണ്. അതിൽ ഹണി റോസ് പ്രകടിപ്പിച്ചൊരു വികാരം ഏത് രീതിയിലുള്ളതായിരുന്നു? താൻ പോരാട്ടം തുടരും എന്നാണ് ഹണി പറഞ്ഞിട്ടുള്ളത്. അതായത് സുബീഷേ, ഹണി റോസ് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായി സംസാരിച്ചവർ പരസ്യമായി സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഈ സംഭവം അവർ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് ക്ഷമയ്ക്കൊരു നെല്ലിപ്പലകയുണ്ട് ചേട്ടാ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നടന്ന സംഭവം ഇതാണ്. ഒരു വേദിയിൽ വെച്ച് ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറയാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഹണി റോസിനെതിരെ ആ വേദിയിൽ വെച്ച് നേരത്തെ പറഞ്ഞ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഹണി റോസിനെതിരെ ഒരു വളരെ മോശം കമൻറ്റ് നടത്തുന്നു. ആ കമൻറ്റ് ആ വേദിയിൽ വെച്ച് അതിനോട് ഹണി റോസ് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം അവർ വീട്ടിൽ പോയ ശേഷം ഇതിൻ്റെ സംഘാടകരെ വിളിച്ച് അവർ പറഞ്ഞു അത് വളരെ മോശമായി പോയി, അവർ അദ്ദേഹത്തിനോട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയണം എന്ന് കൃത്യമായി പറഞ്ഞു എന്ന് ഹണി റോസ് ഇന്ന് ഫോണിൽ എന്നോട് പറഞ്ഞു. അതിനുശേഷവും ഈ വ്യക്തിയാണ് എന്താണ് ചെയ്തത്? ഈ വ്യക്തി അതിനുശേഷം ഒരു പരിപാടി, അതായത് ഈ വ്യക്തിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോഴാണ് ആ മോശം പരാമർശം നടത്തിയത്. വീണ്ടും ഒരു പരിപാടിക്ക് ഹണി റോസിനെ വിളിക്കുന്നു. പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് ഹണി റോസ് നിലപാടെടുക്കുന്നു. അതോടുകൂടി ഈ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ ഹണി റോസ് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അവരെ അറിയിക്കാതെ, അല്ലെങ്കിൽ അവരോട് അത് അറിയിക്കാതെ, സംഘാടകർ അറിയിക്കാതെ തലേന്ന് മാത്രം, അതായത് ഹോട്ടലിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ഹണി റോസ് അറിയുന്നത് അടുത്ത ദിവസം നടക്കുന്ന പരിപാടിക്ക് ഈ പറയുന്ന ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല. കാരണം പണം കൈപ്പറ്റിയിട്ടുണ്ട്, വാക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ അത് വളരെ പ്രൊഫഷണലായിട്ട്, ആ കാര്യം ഞാൻ പിന്നീട് പറയാം, വളരെ പ്രൊഫഷണലായിട്ട് ഈ കാര്യത്തെ സമീപിക്കുന്ന ഒരാളാണ് ഹണി റോസ്. വ്യക്തിപരമായി എനിക്കും അതിലൊരു അനുഭവമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഹണി റോസ് ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്നില്ല, പകരം ആ പരിപാടി പങ്കെടുക്കുന്നു. അവിടെ വെച്ചും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, പരാമർശം വളരെ മോശമായിരുന്നു എന്ന് ഹണി റോസ് പറയുന്നു. അതിനുശേഷം അതും അവർ ക്ഷമിച്ചു. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത ഒരു നടിയാണ് ഹണി റോസ്. അത് ക്ഷമിച്ചങ്ങ് കളയുകയാണ്. അത് ആ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ ജോലി തുടരും എന്ന് നിലപാടെടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ഇടയിൽ ചോദിക്കുന്നത്, മറ്റൊരു സന്ദർഭത്തിലല്ലേ ഈ പുരാണത്തിലൊരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് അത് ആദ്യത്തെ സംഭവത്തിലാണ് ഇങ്ങനെ പുരാണത്തിലെ ഒരു കഥാപാത്രവുമായി ഹണി റോസിനെ ഉപമിക്കുന്നത്. അതിനുശേഷം
അടുത്തൊരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് ഹണി റോസ് പറയുന്നു. അതിനുശേഷം ഈ ഹണി റോസ് അറിയാതെ അദ്ദേഹം ഒരു പരിപാടിക്ക് വരുന്നു, അതിൽ ഹണി റോസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം അവർ വീട്ടിൽ എത്തിയ ശേഷം അവർ വിളിച്ചു പറഞ്ഞു ഇത് എന്നെ അറിയിക്കാതെ, അതായത് സംഘാടകർ നേരത്തെ പറഞ്ഞിരുന്ന ഇയാളില്ലായിരുന്നു, അപ്പോൾ ഇങ്ങനെ വന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് ഹണി റോസ് പറയുന്നു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആങ്കറിൻ്റെ ചോദ്യം, ഇപ്പോൾ അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ വരുന്ന ചില ചാനലുകൾ എന്ത് വൃത്തികേടും പറഞ്ഞു വിടുന്ന ചാനലുകളാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടിയായി പേരെടുത്ത് പരാമർശിക്കുന്നു. ആ ഇൻ്റർവ്യൂ സുബീഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പേരെടുത്ത് പരാമർശിക്കുന്നു. അദ്ദേഹം പറയുന്ന ഈ വ്യക്തി, ഈ മഹത് വ്യക്തി, ഈ മാന്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ഈ ബോബി ചെമ്മണ്ണൂർ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അദ്ദേഹം ഈ ആർക്കു വേണ്ടി എത്ര പെട്ടെന്ന് ഓടി പണം പിരിച്ചിട്ട് കാര്യമില്ല, ഇതുപോലെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ഈ ഇൻ്റർവ്യൂയിലൂടെയും തുടർച്ചയായി അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ പരാതിയുമായി രംഗത്ത് വന്നതെന്ന് ഹണി റോസ് ഇന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒന്നും പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഈ നിലയിലാണ് ഇത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതായത് ഇവർക്ക് മറുപടിയുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വരുന്നു എങ്കിൽ, ഈ വ്യക്തി രംഗത്ത് വരുന്നുവെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് തന്നെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം അവർ മറ്റൊരു യുദ്ധത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എന്തൊരു മോശം കമൻറ്റുകളാണ്. മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ട ആൾക്കാരെ പോലീസ് പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനും അവർ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിട്ട പോസ്റ്റിലാണ് ഹണി റോസ് പറഞ്ഞത് അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാർ. അതിൽ ഈ പറഞ്ഞ ഈ പണക്കാരനായ വ്യക്തിയും ഉൾപ്പെടും, ഒപ്പം ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഉൾപ്പെടും. സുബീഷ്, എനിക്ക് വ്യക്തിപരമായി ഹണി റോസിനെ വളരെ കാലമായിട്ട് അറിയാം. അതായത് അവർ ഈ രണ്ടാമത്തെ ഈ മലയാളത്തിൽ രണ്ടാം വരവ് നടത്തിയ VK പ്രകാശിൻ്റെ സിനിമ തൊട്ട് എനിക്ക് ഹണി റോസിനെ അറിയാം. പല പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ പ്രൊഫഷണലായിട്ട് സമീപനമെടുക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിന് എന്താണ് ഇവിടെ പ്രശ്നം? അവർ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ നിയമ സംവിധാനത്തിനനുസരിച്ചുള്ള വസ്ത്രം മാത്രമേ ഞാൻ ധരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അവർ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വസ്ത്രധാരണത്തെയും എന്നെയും നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കടന്നാൽ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ കൃത്യമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ പ്രൊഫഷണലിസത്തെ സംബന്ധിച്ചാണ്. അതായത് ഒരു പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിലും കഴിഞ്ഞ നാൾ അവർ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ കൃത്യം തലേ ദിവസം അവർ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരിക്കും. മാത്രമല്ല സംഘാടകർക്കോ വേറൊരാൾക്കോ ഒരു ടെൻഷൻ സമ്മാനിക്കാതെ ആ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത ശേഷമാണ് അവർ മടങ്ങുന്നത്. ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പൊതു ചടങ്ങുകളിലേക്ക് എത്തുന്നത് ഒരു സെലിബ്രിറ്റി ഇമേജുമായി ഞാൻ എത്തുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. കാരണം അവരൊരു സെലിബ്രിറ്റിയാണ്, അവരൊരു നടിയാണ്. അവരെ കാണാൻ ആഗ്രഹിക്കുന്ന, അവരെ ആരാധിക്കുന്ന ഒരുപാട് പേരുള്ളപ്പോൾ സ്വാഭാവികമായും അവരൊരു പരിപാടിയിൽ പങ്കെടുക്കും. ആ പരിപാടിയിൽ വെച്ച് എന്തും പറയാം. ഒരു പണക്കാരനായ വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ജ്വല്ലറിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഒപ്പം ഈ ഹക്കീമിനെ പോലുള്ളവർക്ക് വേണ്ടി പണം പിരിക്കാൻ ഓടി എന്ന് പറഞ്ഞ് വലിയ മാന്യദേഹം ചമയുന്ന ഇദ്ദേഹത്തിന് റഹീമിന് വേണ്ടി എന്തും പറയാമെന്ന് പറയുന്നത് വളരെ മോശം പ്രവണതയാണ്. സുബീഷ് നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കട്ടെ, ഈ ഇൻ്റർവ്യൂവിലിരുന്ന്, അതായത് ചില യൂട്യൂബ് ചാനലുകൾ ഇദ്ദേഹത്തെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് തള്ളയാണ്. ഇൻ്റർവ്യൂവിൽ ഇരുന്നു കൊണ്ട് ഈ ബോച്ചെ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്ന വാക്കുകൾ അപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയെ പോലും ഗൗനിക്കാതെ, അതായത് ആ സ്ത്രീ ഇത് ചോദിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്, പക്ഷെ അവരെ പോലും ഗൗനിക്കാതെ ഇദ്ദേഹം ഈ പുറന്തള്ളുന്ന ഈ അശ്ലീലം ഉണ്ടല്ലോ, അശ്ലീലം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവേദിയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഇതിനൊരു അറുതി ഇതിനൊരു അറുതി ഉറപ്പായിട്ടും വേണം. അതിന് ഹണി റോസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി അവർ സഹികെട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി അതുമായി അവർ മുന്നോട്ട് പോവുക തന്നെ വേണം. ഒരു ഒത്തുതീർപ്പിനും ഹണി റോസ് വഴങ്ങരുത് എന്നാണ് എൻ്റെ അല്ല. ഞാൻ ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബോച്ചെ എന്ന് പറയുന്നത് അൻഷാദെ ഒരു സാമൂഹ്യ ദുരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ ബോച്ചയുടെ ഓരോ കമൻറ്റിനും അല്ലെങ്കിൽ ഓരോ വളിപ്പിനും ഓരോ ദ്വയാർത്ഥ പ്രയോഗത്തിനും കയ്യടിക്കുന്ന ഒരു ബോച്ചെ ആർമി ഇന്ന് കേരളത്തിലുണ്ട്.
അത് സാമൂഹ്യ ദുരന്തമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ബോച്ചെ എന്നുള്ളത് കേരളം ഇന്ന് നേരിടുന്ന ഒരു സാമൂഹ്യ ദുരവസ്ഥ മാത്രമാണ് എങ്കിൽ ബോച്ചെ ആർമി എന്നുള്ളത് ഒരു സാമൂഹ്യ ദുരന്തമാണ്. കാരണം ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ അത്തരം ഒരു ആൾക്കൂട്ടത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യൻ. ഇവിടെ റീൽസിന് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന റീൽസിന് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ പരസ്യമായി അപമാനിക്കുക, ലൈംഗികമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവരെ നിരന്തരമായി വേട്ടയാടുക എന്ന് വെച്ചാൽ ഇന്ന് ഹണി റോസ് നേരിട്ടത് ഇത്രയും ആഴത്തിലുള്ളൊരു അവഹേളനമാണെങ്കിൽ ഒരു സാധാരണ സ്ത്രീക്ക്, ഒരു സാധാരണ പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് സാമൂഹ്യ പരിരക്ഷയാണ്, എന്ത് സുരക്ഷയാണ് ഉള്ളത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹണി റോസിനൊപ്പം കേരളം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഈ എന്താ പറയുക, ഈ റേപ്പ് ജോക്കാണ്. റേപ്പിനേക്കാൾ ക്രൂരമാണ് റേപ്പ് ജോക്ക് എന്ന് പറയുന്നത്. അതിന് കൈയടിക്കാൻ ഒരു വലിയ ആൾക്കൂട്ടം, അവിടെ എന്തും നടക്കും, അവിടെ ആരെയും അപമാനിക്കാം, അവിടെ ആർക്കെതിരെയും നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താം എന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു നീക്കം ഈ ബോച്ചയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എന്നാണ് ഹണി റോസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ വെളിപ്പെടുത്തലിന്റെ കയ്യടി താരസംഘടനയായ അമ്മ മാത്രമല്ല, എല്ലാവരും ആ വിഷയത്തിൽ ഹണി റോസിന് ഒരുപാട് പേർ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നേരത്തെ സുബീഷ് പറഞ്ഞത് ഈ സിനിമയിലെ ദ്വയാർത്ഥം പോലെ അല്ല സുബീഷ്. ഇത് സിനിമയിൽ ദ്വയാർത്ഥം എന്താണ്? എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ്. അത് ആ കഥാസന്ദർഭവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ദ്വയാർത്ഥങ്ങൾ വരിക. ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നത് മനോഹരമായ ദ്വയാർത്ഥം പ്രയോഗിക്കാം. ഇത് അങ്ങനെ അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലേ, എസ് ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന നോവലിൽ പച്ചത്തെറിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആ വാക്ക് ഇവിടെ വിലക്കിയിട്ടില്ല, ആ നോവൽ വിലക്കിയിട്ടില്ല. ആ നോവൽ മാതൃഭൂമി പിൻവലിച്ചത് മറ്റൊരു കാരണത്താലാണ്. അത് ഹിന്ദു മതവിശ്വാസികളിൽ നിന്നും ഉയർന്ന കടുത്ത എതിർപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ആ നോവൽ പിൻവലിക്കേണ്ടി വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നമ്മൾ പുറത്ത് പറയാത്ത അതിഗംഭീരമായിട്ടുള്ള തെറി ആ നോവലിനകത്തുണ്ട്. ആ തെറിയുടെ പേരിൽ ആ നോവൽ പിൻവലിക്കപ്പെട്ടിട്ടില്ല. എവിടെ നിന്നും ആ നോവൽ പിൻവലിച്ചിട്ടില്ല, ആ നോവൽ നിരോധിച്ചിട്ടില്ല, ആ നോവൽ വിലക്കിയിട്ടില്ല. കാരണം ആ തെറി ആ നോവലിനകത്ത് തികച്ചും ഗ്രാമീണനായ ഒരു കഥാപാത്രം പറയുന്നതാണ്. ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഗ്രാമീണർ നാഗരികർ എന്നൊന്നുമില്ല, തെറി ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ആ കഥാപാത്രം അങ്ങനെയേ സംസാരിക്കൂ, അങ്ങനെ നോവലുമായി ചേർന്ന് പോകുന്നു. ഇത് തെറി എന്ന് മാത്രം വിളിക്കുന്നത് തെറിയല്ല, വ്യക്തിപരമായ അധിക്ഷേപമാണ്. പരിഹാസ്യപരമായി ഒരാളെ വ്യക്തിപരമായി ബോഡി ഷെയ്മിംഗ് ആണ്. അതായത് ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി ഹണി റോസിനോട് കാണിച്ചത് സത്യം പറഞ്ഞാൽ അത് ബോഡി ഷെയ്മിംഗ് ആണ്. ആ രീതിയിലുള്ള പരാമർശം, അതും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പരാമർശം നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. എന്തായാലും പോലീസ് നടപടി, ഞാൻ ഈ കാര്യത്തിൽ പോലീസ് അതിവേഗത്തിലുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടുത്താണ് ഹണി റോസ് പരാതി കൊടുത്തത്. ഈ കമന്റ് ഇട്ടവർക്കെതിരെയുള്ള പരാതി, മറ്റതുമായി ബന്ധപ്പെട്ടും ഒരു പരാതി അവർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പോലീസ് നടപടി വളരെ പെട്ടെന്നുള്ള പോലീസ് നടപടി അഭിനന്ദനാർഹമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ അശ്ലീല ഭാഷാ പണ്ഡിതന്മാർ, ആ മാന്യന്മാർ, അത് കുറച്ചുകൂടി ലഘൂകരിച്ച് വേണമെങ്കിൽ ഞരമ്പന്മാർ സൂക്ഷിക്കുക എന്ന് തന്നെ പറയാം. കമന്റ് ഇടുമ്പോൾ ജാഗ്രത.